മന്ത്രവാദത്തിനെതിരായ നിയമനിർമ്മാണത്തിനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. പ്രാഥമിക നടപടികൾ സ്വീകരിച്ച ശേഷം അറിയിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഈ വിഷയത്തിൽ സർക്കാർ കോടതിയെ അറിയിക്കുന്നത് എന്താണ്? വിഷ്ണു, കേരള യുക്തിവാദി സംഘമാണ് ഈ ആഭിചാരത്തിനും മന്ത്രവാദത്തിനുമെതിരെ നിയമനിർമ്മാണം വേണമെന്ന് ആവശ്യപ്പെട്ടൊരു പൊതുതാൽപര്യ ഹർജി നൽകിയത്. അതിന്മേൽ ആദ്യഘട്ടത്തിൽ സാങ്കേതികപരമായ ചില പ്രശ്നങ്ങളുണ്ട്, നിലവിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നില്ല എന്ന് സർക്കാർ അറിയിച്ചിരുന്നു. എന്നാൽ പിന്നാലെ കോടതിയുടെ വിമർശനമുണ്ടായി. അതിനുശേഷമാണ് ആ നിയമനിർമ്മാണത്തെക്കുറിച്ച് ആലോചിക്കാം എന്ന് സർക്കാർ കോടതിയെ അറിയിച്ചത്. അതിലിപ്പോൾ വീണ്ടും ഒരു മറുപടി നൽകിയിരിക്കുന്നു. ഉടൻ തന്നെ നടപടിക്രമങ്ങൾ ആരംഭിക്കും. മറ്റ് സംസ്ഥാനങ്ങളിലെ നിയമനിർമ്മാണങ്ങളുമായി പരിശോധിച്ച ശേഷമായിരിക്കും ഇവിടുത്തെ നടപടികൾ ആരംഭിക്കുക എന്ന് ചീഫ് സെക്രട്ടറി കോടതിയെ അറിയിക്കുകയായിരുന്നു. നടപടികൾ എത്രയും പെട്ടെന്ന് ആരംഭിച്ചു, അതായത് ഒരു സിംഗിൾ സ്റ്റെപ്പെങ്കിൽ ആ സിംഗിൾ സ്റ്റെപ്പ് അത് എടുത്ത ശേഷം അത് കോടതിയെ അറിയിക്കാനാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 4 ആഴ്ചയ്ക്ക് ശേഷം ഹർജി വീണ്ടും പരിഗണിക്കും. ഒരുപക്ഷെ ആ ഇത്തരത്തിലൊരു നിയമനിർമ്മാണത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നാൽ അതൊരു ചരിത്രത്തിന്റെ കൂടി ഭാഗമായി മാറാനുള്ള സാധ്യതയാണുള്ളത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ചില കമ്മീഷനുകളെയൊക്കെ സർക്കാർ രൂപീകരിച്ചിരുന്നു. അവരുടെ നിർദ്ദേശം കൂടി പരിഗണിച്ച ശേഷമായിരിക്കും നിയമനിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുക. ശരി, വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.